നെഗറ്റീവ് പറഞ്ഞ തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുക എന്ന് പറഞ്ഞ വെല്ലുവിളിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഗീതുവിന്റെയും ഗോവിന്ദന്റെ ഒക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. എന്താണെങ്കിലും അവസാനം നമ്മുടെ രാധികമ്മ ആ സത്യം അറിയാണ്. കാരണം ഗീതു മരിച്ചിട്ടില്ല, ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാന്ന്. അപ്പൊ എന്താണ് ഇതെങ്ങനെ വെറുതെ വിട്ടുകൂടാ, എങ്ങനെ അവളെ ഇല്ലാതാക്കണം. കാരണം ഈ കിടപ്പിൽ തന്നെ അവളെ ഇല്ലാതാക്കണം, ആരും ഞങ്ങളെ സംശയിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാധികമ്മ ആ പ്ലാൻ ചെയ്യുവാണ്. നമ്മുടെ വരുണിനെയും കൂട്ടി നേരെ നമ്മുടെ സുവർണയുടെ അടുത്തേക്ക് പോവാണ്. വേറൊന്നിനുമല്ല, നമ്മുടെ ഗീതുവിനെ ഇല്ലാതാക്കാനായിട്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അജാസിനെ കാണും. അജാസിന്റെ അടുത്താണല്ലോ സുവർണയുള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അജാസിനോട് കാര്യങ്ങൾ ചോദിക്കും, ഓരോന്നിങ്ങനെ ചോദിക്കും. എങ്ങനെയാ അജാസ് അപകടം ഉണ്ടായെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ അജാസ് പറയും, ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്താ. കാരണം ആ സമയത്ത് എനിക്കല്ല അപകടം ഉണ്ടായെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന അപകടം വേറെ ഉണ്ടായേക്കുന്നത് നമ്മുടെ ഗോവിന്ദ് സാറിനായിരിക്കും. പക്ഷെ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവര് അപകടത്തിൽ പെട്ടേനെ. എന്തായാലും ഞാനായത് ഭാഗ്യം എന്ന് പറയും. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ രാധികാമ്മൻ ഞെട്ടുക. കാരണം ഗോവിന്ദനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആരണ്ട്. അപ്പം നമ്മുടെ നേരെ വരന്റെ നേരെ നോക്കുക. അപ്പൊ വരൻ പറഞ്ഞു, അമ്മ എന്റെ നേരെ നോക്കുമെന്ന് വേണ്ട, ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് പറയണം. അപ്പൊ രാധികാമ്മ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്ന സുവർണെന്ന് ചോദിക്കുകയാണ് നിനക്ക് നേരത്തെ. ഇല്ല രാധികാമ്മ, ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം ഞങ്ങളുടെ സാറല്ലേ ഗോവിന്ദ് സാറാ, ഞങ്ങള് ഗോവിന്ദ് സാറിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ നോക്കില്ല. കാരണം ഗീതുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഗോവിന്ദ് സാറിനോട് അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. അപ്പൊ എന്താണ് നമ്മുടെ രാധികമ്മ, കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഇനി ഒരു കാര്യമുണ്ട്. ഇനി എന്താണെങ്കിലും ഗീതു ഇനി ആ കിടക്കേന്ന് എഴുന്നേക്കരുത്. അതിനു വേണ്ടി നിന്നെ കാണാൻ ഞാൻ വന്നേന്ന് പറയാണ്. അപ്പത്തേനും നമ്മുടെ സുവർണ പറയാം, അതെന്താണല്ലോ എനിക്ക് വിട്ടു തന്നേരമാം, അതിനുള്ള ആൾക്കാരൊക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട്, എന്താണല്ലോ അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളാം. അവിടെ ഒരു കാരണവശാലും എനിക്ക് തിരിച്ച് സാറിനോട് ഇങ്ങോട്ട് വരില്ല എന്ന് പറയണം. അപ്പൊ പറഞ്ഞു, നിനക്ക് എത്ര രൂപ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തന്നോളാം, പക്ഷെ ഒരു കാരണവശാൽ അവള് തിരിച്ചു വരില്ലെന്ന് പറയണം. അങ്ങനെ എന്താണ് നമ്മുടെ സുവർണ വാക്കൊക്കെ കൊടുത്തത് നമ്മുടെ രാധികാമ്മയ്ക്ക്. അതിനുശേഷം രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദന് ഭയങ്കര സന്തോഷമായിരുന്നു. വേറൊന്നുമല്ല, കണ്ണെങ്കിലും തുറന്നല്ലോ. കണ്ണു തുറന്ന് തന്നോട് എത്രയെങ്കിലും സംസാരിക്കുന്നു, അത് തന്നെ ഒരു ഭയങ്കര ആശ്വാസമാണ്. എത്രയോ പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ കഴിച്ചു അവളൊന്ന് കണ്ണു തുറന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ചു. പക്ഷെ അവസാനം അങ്ങനെ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. പക്ഷെ ഈ സന്തോഷ വർത്താനം പറയാനായിട്ട് അയ്യപ്പനെ വിളിക്കുവാണ് നമ്മുടെ ഗോവിന്ദൻ. അയ്യപ്പനെ വിളിച്ചപ്പോൾ അയ്യപ്പണ്ണ ഒരിക്കലും ഇല്ല സന്തോഷം. കാരണം അത്രയും സമയം വിഘ്നേശന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ഗീതുമോള്. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ തങ്ങൾക്ക് ഇവിടെ ഒരു പിടിച്ചുനിൽപ്പല്ല, ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാലത്തും ഗോവിന്ദൻ കുഞ്ഞിന്റെ കണ്ണീര് താൻ കാണേണ്ടി വരും എന്നൊരു ചിന്ത നമ്മുടെ അയ്യപ്പേണ്ണ മനസ്സിലുണ്ട്. കാരണം അയ്യപ്പേണ്ണ ബാക്കി ആർക്ക് മനസ്സിലായില്ലെങ്കിലും അയ്യപ്പേണ്ണ ഗോവിന്ദനെ മനസ്സിലാവും. കാരണം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ചെറുതിലേ മുതൽ അറിയാവുന്നതാണല്ലോ. അപ്പൊ ആ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു വരണത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ അയ്യപ്പേട്ടൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, അതെ എനിക്കറിയായിരുന്നു കുഞ്ഞ്, അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ നമ്മുടെ ഗീതുമോക്ക് കഴിയില്ല. വേറൊന്നും കൊണ്ടല്ല, അത്രമാത്രമല്ലേ കുഞ്ഞ് അവളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്താണല്ലോ ഇനിയിപ്പം അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ, അവളുടെ കൈ പിടിച്ചു കുഞ്ഞി വീട്ടിലേക്ക് കയറി വരണമെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഗോവിന്ദൻ പറയാ, കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പറയുന്നത്. അതെ, ഇനി എന്താണല്ലോ ഒന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അയ്യപ്പേട്ട, വേറൊന്നുമല്ല. ഇനി അവളെ എന്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടായെന്നറിയോ അവന്റെ കൈ പിടിച്ച് തിരിച്ച് അങ്ങോട്ട് പോയപ്പം. അവൾ ഒരു നിമിഷം പോലും എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. അവള് കാമുകന്റെ കൈ പിടിച്ചങ്ങ് പോവുക ചെയ്തേ. പക്ഷെ എന്റെ മനസ്സ് ആ വേദന അത് അനുഭവിച്ചറിഞ്ഞവർക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അവളെ എനിക്ക് ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പത്തിന് അയ്യപ്പേട്ടൻ പറഞ്ഞു, എന്താ കുഞ്ഞ് ഇങ്ങനെയൊക്കെ നീ പറയണം, ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറയാണ്. കിഷോറിന്റെ കള്ളക്കളി നമ്മൾ മനസ്സിലാക്കിയതല്ലേ. ഇനിയിപ്പോ എന്താണെങ്കിലും കിഷോറിന് വിട്ടുകൊടുത്തിട്ടാണോ മോൻ പോരാൻ തീരുമാനിച്ചിരിക്കുന്നത് ചോദിക്കുവാണ്. അവന്റെ ചതി മനസ്സിലാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോവിന്ദ് പറയും, ഇനിയിപ്പോൾ അയ്യപ്പൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അയ്യപ്പേട്ട, എൻ്റെ മനസ്സ് മാറി എന്താണേലും. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ വിഷമം മനസ്സിലായവർക്ക് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. അതുകൊണ്ട് അയ്യപ്പൻ എന്നെ ഇനി നിർബന്ധിക്കരുതെന്ന് പറഞ്ഞോട്ട് ഗോവിന്ദൻ ഫോൺ വെക്കുവാണ്. ഇത് കേട്ട് അയ്യപ്പേട്ടൻ വീണ്ടും വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക. വിഘ്നേശ്വരനൊരു സമാധാനം കൊടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, അവന്റെ വിഘ്നങ്ങളെല്ലാം മാറ്റി അവൻ എത്രയും പെട്ടെന്ന് ഗീതുകളുടെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണേ, അവന്റെ മനസ്സിനൊരു മാറ്റം കൊടുക്കണേ. ഇത്രയും സമയം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാ. ഇപ്പൊ അത് മാത്രമല്ല, ഗോവിന്ദന്റെ മനസ്സ് മാറി ഗോവിന്ദ ഗീതുവിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനും കൂടി അയ്യപ്പേട്ടൻ പ്രാർത്ഥിക്കുന്നേ.
ഇതിന് ശേഷം എന്തായാലും പ്രിയമോളുടെ കുറേ കോൾ ഉണ്ടായിരുന്നു. ഗോവിന്ദ് ആരുടെയും കോളൊന്നും അറ്റൻഡ് ചെയ്തിരുന്നില്ല. എന്താണെങ്കിലും പ്രിയമോളെ വിളിക്കുക. പ്രിയമോളെ വിളിച്ച് കഴിയുമ്പോൾ പ്രിയമോള് ഗോവിന്ദനെ വിളിച്ച് പൊട്ടിക്കരയോ. കാരണം പ്രിയമോൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. താൻ കാരണമാണല്ലോ ഗീതി ചേച്ചിക്ക് ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായത്. തൻ്റെ ജീവിതത്തിലേക്ക്, അതായത് താനും വിനോദും കൂടെ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോവിന്ദേട്ടൻ വിവാഹം കഴിച്ച് ഗീതി ചേച്ചി. അതുകൊണ്ടാണല്ലോ ഗീതി ചേച്ചി ഇങ്ങനെ അപകടം ഉണ്ടായെന്നൊക്കെയാണ് നമ്മുടെ പ്രിയമോളുടെ മനസ്സ് നിറച്ച്. എന്തായാലും ഗോവിന്ദൻ വിളിച്ചിട്ട് പറയണേ, ഗീത് കണ്ണു തുറന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി കിട്ടുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പ്രിയമോക്ക് ഭയങ്കര സന്തോഷമായി. പറയും ഇനി ടെൻഷനൊന്നും അടിക്കണം കേട്ടോ, അവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുവാണ്. അവൾ ഇനി പഴയ പോലെ ഊർജ്ജസ്വലതയായിട്ട് വരുമെന്നൊക്കെ കേൾക്കുവാണ്. ഇത് കേട്ടപ്പോഴത്തേനും ഗീതുവിന് നമ്മുടെ പ്രിയമോക്ക് സമാധാനമായി. പ്രിയമോൾ എന്താണെങ്കിലും അമ്മയെ അച്ഛാന്ന് പറഞ്ഞ് ഓടി വിളിക്കുവാണ്. എത്രയാന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയല്ലേ, അവർക്ക് സ്വന്തം മോളെ അവള് എന്തെങ്കിലും ആപത്ത് വന്നെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഓടിച്ചെന്ന് പറയാം, അതേ ഗീതി ചേച്ചി കണ്ണ് തുറന്ന് സംസാരിച്ചെന്നാ പറഞ്ഞ്. സത്യമാണോ എൻ്റെ ഭഗവതി എന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്താണെങ്കിലും ദൈവം കേട്ടു. ഇനി എന്താണെങ്കിലും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കുറേ നേർച്ചകളും വഴിപാടുകളും ഉണ്ട്, അതെല്ലാം പോയി അവൾ വന്നതിന് ശേഷം കഴിപ്പിക്കണമെന്നൊക്കെ നമ്മുടെ വിലാസിന് പറയണം. അപ്പം ഭദ്രൻ പറയും അവൾ പെട്ടെന്ന് വരട്ടെ, ഇല്ലേ നമുക്കിനി അവളെ ഒന്ന് പോയി കാണാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വിനോദ് പറയുന്നുണ്ടായിരുന്നു പ്രിയനെയും കൊണ്ട് ഇപ്പോഴെന്തായാലും പോകാൻ പറ്റുന്ന അവസ്ഥയല്ല അത്ര ദൂരത്തേക്ക്. എന്തായാലും പെട്ടെന്ന് തന്നെ ആസ്ത്രന്ന് വരുമല്ലോ, അതിന് ശേഷം നമുക്ക് പ്രിയമോളെ കൊണ്ട് കാണിക്കാന്നൊക്കെ പറയണം. ഈ സമയത്ത് ഗോവിന്ദ് ഭയങ്കര അസ്വസ്ഥനായിട്ടിരിക്കുക. കാരണം വേറൊന്നുമല്ല, ഗോവിന്ദന് ഇനിയിപ്പം നമ്മുടെ ഗീതനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിലേക്ക് വല്ലാത്തൊരു സങ്കടക്കടൽ വരുവാണ്. തന്നെ എന്താണെങ്കിലും ഇട്ടിട്ട് അവൾ പോയല്ലോ, അവൾ തന്നെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ, ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അയ്യപ്പേട്ടനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മഹേഷ് കേട്ടായിരുന്നു. അപ്പം മഹേഷ് വന്നിട്ട് ഗോവിന്ദനോട് പറയണം, നീ എന്താ ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ പറയണത്? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വേറൊന്നുമല്ല, അവളെ നിനക്ക് ഭാര്യയാക്കണം എന്ന് ആഗ്രഹമില്ല, നീ എത്രമാത്രം ആഗ്രഹിച്ച ആയിരുന്നു ചോദിക്കണം. അപ്പം ഗോവിന്ദ് പറയണം, മഹേഷിന് തോന്നുന്നുണ്ട് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരുമെന്ന്. അവളുടെ ഉള്ളിലിരിപ്പ് എന്നാന്ന് മഹേഷിന് അറിയാവോ? ഇല്ലല്ലോ. കാരണം ഞാൻ അവളെ വിലയ്ക്ക് വാങ്ങിയെന്നായിരിക്കും അവളുടെ മനസ്സ് നിറയും. അത് മഹേഷിനോട് പറയുകയും ചെയ്തില്ലേ, അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്കിനി തോന്നുന്നില്ല മഹേഷ് എന്ന് പറയണം. അത് തന്നെയല്ല, അവൾ പോയ നിമിഷത്തിൽ അവൾ എന്നെക്കുറിച്ച് ചിന്തിച്ചോ? ഇല്ലല്ലോ. അവൾ അവളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ, അവളുടെ സന്തോഷം മാത്രമേ ചിന്തിച്ചുള്ളൂ. അപ്പം മഹേഷ് നീ ഇങ്ങനെയൊന്നും പറയില്ല. കാരണം വേറൊന്നുമില്ല, കിഷോറിന്റെ ചതി മനസ്സിലാക്കിയില്ലേ അവള്. ഇനിയിപ്പോ കിഷോറിന്റെ കൂടെ അവള് പോകുന്ന നീ കരുതുന്നുണ്ടോ? ഒരിക്കലും പോവില്ല. എന്താണെങ്കിലും അവളുടെ ജീവിതം നശിക്കുന്നതിന് മുമ്പ് സത്യങ്ങളെല്ലാം അവള് മനസ്സിലാക്കിയില്ലേ. ഇനി എന്താണ് നീ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ. എന്തായാലും ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ചല്ലേ അവള്. നിനക്ക് അവളെ നീ അവളെ മനസ്സിലാക്കിയില്ലേ, വേറെ ആരടാ അവളെ മനസ്സിലാക്കുമെന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ഗോവിന്ദ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊന്നും അല്ല സത്യം. ഗീത് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഗീത് പറയും നിങ്ങൾ എന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറയുള്ളൂ. ഗീതിന് പെട്ടെന്ന് സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ഗോവിന്ദിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നുള്ള കാര്യം. എന്താണെങ്കിലും അവസാനം നമ്മുടെ ഗോവിന്ദിന്റെ കൈ പിടിച്ച ഗീതു തിരിച്ചു വരും. ഗീതു തിരിച്ചു വരികയും ചെയ്യും. നമ്മുടെ രാധികാമ്മയുടെ അതുപോലെ തന്നെ വരുണിന്റെ കള്ളക്കളികളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്കിനി അധിക ദിവസം കാത്തിരിക്കേണ്ടതായിട്ട് വരുമല്ല. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.